സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞതെന്തെന്നറിയോ? മോളെ അമ്മസിന, വ്യഭിചാരത്തിന് നിനക്ക് തരേണ്ട ശിക്ഷ എന്തെന്നറിയോ? ഫഅലൈക റജ്മു, നിന്നെ എറിഞ്ഞു കൊല്ലലാ വേണ്ടത്. വ്യഭിചാരത്തിന് നിന്നെ എറിഞ്ഞു കൊല്ലണം. പിന്നെയോ അമ്മ ഖത്ലുൽ വലദ്, കുഞ്ഞിനെ കൊന്നു കളഞ്ഞതിന് എന്താ ചെയ്യേണ്ടത്? അത് എന്നെ കൊണ്ട് കഴിയില്ല. ഫജസാഉഹു ജഹന്നം, അതിന് നീ നരകത്തിൽ കിടന്നേ മതിയാവൂ. നിനക്ക് നരകമാണ് അതിനുള്ള ശിക്ഷ. അമ്മാ ബൈഉൽ ഖില്, നീ കറി വെച്ച് വിറ്റ ആ കച്ചവടമുണ്ടല്ലോ, കുഞ്ഞിനെ കൊന്നിട്ട് പാകം ചെയ്തിട്ട് കറി വിറ്റ ആ അവസ്ഥയുണ്ടല്ലോ, അതെന്താണ്? ഏറ്റവും വലിയ പാപം, ഏറ്റവും ഭീകരമായ പാപം നീ ചെയ്തിരിക്കുന്നു പെണ്ണേ. ഏറ്റവും വലിയ പാപമാണ് നീ ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലിയ പാപമാണ് നീ ചെയ്തിരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞതെന്നറിയോ? തൊട്ടിക്കല്ലിൽ എന്നെ കേൾക്കുന്ന ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളും ഈ പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോടെ അടിവരയിടണം. എന്താ റസൂല് പറഞ്ഞതെന്നറിയോ? ഭർത്താവിനെ വഞ്ചിച്ച പെണ്ണേ, വ്യഭിചരിച്ച പെണ്ണേ, അതിൽ കുഞ്ഞുണ്ടാകുമ്പോ കുഞ്ഞിനെ കൊന്നുകളഞ്ഞ പെണ്ണേ, അതിനെ പാകം ചെയ്ത കച്ചവടം നടത്തിയ പെണ്ണേ, നീ ഇതൊക്കെ ചെയ്തത് എന്തുകൊണ്ടെന്നറിയോ? എന്റെ ഭാവന, ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ കരുതുന്നത്, അന്നക്ക് തറക്കി സലാത്തുൽ അസ്രി, നീ അസ്ർ നിസ്കരിക്കാത്തവളെന്നാ തോന്നുന്നത്. നീ അസ്ർ നിസ്കരിക്കാത്ത പെണ്ണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അസ്ർ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർക്ക് ഇതുപോലുള്ള തിന്മകളെ ചെയ്യാൻ പറ്റൂല. കാരണം അസ്ർ എന്ന സമയം ഉമ്മത്ത് മുഹമ്മദിന് അല്ലാഹ് തന്നതാ. അല്ലാഹുവിന്റെ റസൂല് അത് നഷ്ടപ്പെടുത്തിയവർക്കെതിരെ ദുആ ചെയ്തതാ. അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാം അത് നഷ്ടപ്പെടുത്തിയ തന്റെ ഏറ്റവും വിലപിടിപ്പുള്ള വേത്തരം കുതിരകളെ അറുത്തിട്ടതിന്റെ മാംസം ദാനം ചെയ്തതാ. ഈ സമുദായത്തിന് അല്ലാഹു തന്ന സമയം അസ്റിന്റെ സമയമാണ്. പ്രിയപ്പെട്ടവരെ, അസ്ർ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവര് അവര് കള്ളിന്റെ പിന്നാലെ പോകൂല, കഞ്ചാവിന്റെ പിന്നാലെ പോകൂല. ചെറുപ്പക്കാരാ, നീ മയക്കുമരുന്നിന്റെ പിന്നാലെ പോകുന്നത് എന്തുകൊണ്ടെന്നറിയോ? പൊന്നുമോനെ, നിന്റെ ജുമഅത്ത് പള്ളിയിൽ കൃത്യമായി, അല്ലെങ്കിൽ തൈക്കാവില് നമസ്കാര പള്ളിയിൽ നീ അസ്ർ മുടങ്ങാതെ നിസ്കരിച്ചു നോക്ക്. ഒരു തിന്മയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല. നീ അത്രത്തോളം അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാകും. എന്തുകൊണ്ട്? അസ്ർ എന്ന് പറയുന്ന വഖത്ത് അത്രയും മഹത്വമുള്ളതാണ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്തെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അന്നം തേടി അവൻ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ, രണ്ട് കോണുകൾ ചേർത്ത് വെക്കാൻ വേണ്ടി പെടാ പാടുപെടുമ്പോൾ ആ സമയത്താണ് കൂലി ലഭിക്കുന്നത്. ആ സമയത്ത് കിട്ടുന്ന കൂലി കൊണ്ട് തന്റെ കുടുംബത്തിന് ഏറ്റവും ഉദാത്ത, ഉത്കൃഷ്ടമായ, ഉന്നതമായ നിലയിൽ അവർക്ക് വേണ്ടത് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുമ്പോൾ അന്തസ്സോടെ നിൽക്കാൻ കഴിയുമോ? അതെല്ലാം നീ കളിച്ച് രസിച്ച് ചിരിച്ച് മടിയനായി അലസനായി നീ നടന്നാൽ ആ സമയത്ത് നിനക്ക് കൂലി ലഭ്യമല്ല. നിന്റെ പ്രിയപ്പെട്ട കുടുംബം നിന്റെ ഓരോ കാര്യങ്ങൾ നിന്നോട് ചോദിച്ചിട്ട് നീ അവരുടെ മുമ്പിൽ നാണം കെട്ടുപോകും. അതെ, അസ്ർ നമസ്കാരത്തിന്റെ സമയം തന്നെയാണ് സത്യം. മനുഷ്യൻ പരാജയത്തിലാണ്. മനുഷ്യൻ പരാജയത്തിലാണ്. അല്ലാഹു നമ്മളെ ആ വലിയ പരാജിതരുടെ കൂട്ടത്തിൽ നിന്ന് പടച്ചതമ്പുരാൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് ആ സമയത്തിന്റെ പ്രത്യേകത. ഇനി ആരെയാണ് വിശുദ്ധ ഖുർആനിലെ ഒരുപാട് സ്ഥലങ്ങളിൽ പരാജയപ്പെട്ടു എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞ കുറെ ആളുകളുണ്ട്. എല്ലാം നമുക്ക് പറയാനുള്ള സമയമില്ല. ചില കാര്യങ്ങൾ മാത്രം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ജീവിതത്തിൽ നമുക്കൊരു തിരിച്ചറിവുണ്ടാകാൻ വേണ്ടി, ജീവിതത്തിൽ നമുക്ക് ഒരു തിരിച്ചുവരവുണ്ടാകാൻ വേണ്ടിയിട്ട് വരാൻ പോകുന്നു എന്ന് പറയപ്പെടുന്നു 4ാം തരംഗം. 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4ാമത്തെ തരംഗം വരാൻ പോകുന്നു. അപ്പൊ ചൈനയിൽ നിന്ന് കുറെ ആളുകൾ പറയുന്നു അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, ഇവിടെ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു. വീണ്ടും മാസ്ക് നിയമമാക്കാൻ പോകുന്നു എന്ന് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഏത് ശരി, ഏത് തെറ്റ്, ഏത് സത്യം, ഏത് മിഥ്യ, ഇതൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. ഇതൊന്നും അറിയാൻ പറ്റുന്നില്ല. അറിയാൻ, നമുക്ക് തിരിച്ചറിയാനുള്ള ഏത് അളവുകോല് കൊണ്ട് പരിശോധിച്ചാലും അതിലൊക്കെ
കള്ളത്തരങ്ങൾ കടന്നുകൂടിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വീണ്ടും ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ട്, വീണ്ടും ജനങ്ങളെ തെരുവിലിറക്കാതെ, അവരുടെ ജീവിതത്തിന്റെ എല്ലാ വഴിയും മുട്ടിച്ച്, അവരുടെ ജീവിതത്തിന്റെ ഭാവിയെ എല്ലാ നിലയിലും പരാജയപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഇനി എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നറിയാതെ അവർ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തപ്പെടുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോഴാണ് ചൈനയിൽ നിന്ന് പറയുന്നു, ഇനി 4ാം ദുരന്തത്തിൽ വരാൻ പോകുന്ന മരിക്കുന്നവരുടെ എണ്ണം 27 ലക്ഷം. എത്ര? 27 ലക്ഷം. എത്ര ആളുകൾ മരിക്കുമെന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഇത്ര ആളുകൾ മരിക്കുമെന്ന് പറയാൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതെങ്ങനെ സാധിക്കുന്നു? ഇതെങ്ങനെ സാധിക്കുന്നു? നമ്മുടെ വിഷയമതല്ല, നമ്മുടെ വിഷയമതല്ല. പക്ഷെ ഒന്ന് നമ്മൾ അറിയണം, അള്ളാഹുവിന്റെ ഖുർആൻ പരാജയപ്പെട്ടവരാണ് എന്ന് പരാമർശിച്ച, പരാജയത്തിലാണ് എന്ന് അള്ളാഹു തആല എടുത്തു പറഞ്ഞ കുറച്ച് വിഭാഗങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്നിൽ നമ്മൾ പെട്ടുപോയാൽ ഈ ദിവസത്തിന്റെ പോരിശ കൊണ്ട്, ഈ സദസ്സിന്റെ മഹത്വം കൊണ്ട് അള്ളാഹു നമ്മളെ ആ വിഭാഗത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഈ സദസ്സിൽ ഇതുപോലുള്ള വേദികൾ അങ്ങനെ ഒരു ഗുണമുള്ള വേദിയാണ്. അങ്ങനെയുള്ള വേദികൾ, ഇങ്ങനെയുള്ള മഹത്തായ സദസ്സുകൾ ഞാൻ പറഞ്ഞല്ലോ ദുആക്ക് ഇജാബത്തുള്ള വേദികളാണ്. നമുക്ക് വയല് കേൾക്കുന്നതിനപ്പുറത്ത് അവസാനം നമ്മൾ ദുആ ചെയ്ത് പിരിയുമ്പോ ആ ദുആയിൽ വിശ്വാസികൾ ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യുന്ന നാടിനും സമൂഹത്തിനും സമുദായത്തിനും ഗുണകരമായ അള്ളാഹുവിന്റെ മുന്നിൽ കരങ്ങൾ നീട്ടിയിട്ട് നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. കാരണം ഇനിയും ഒന്ന് അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ആരുടെ കയ്യിലും പൈസയില്ല. എല്ലാവരും ജീവിതത്തിന്റെ വല്ലാത്തൊരു അവസ്ഥയില്, ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഒരിക്കൽ കൂടി പൂട്ടപ്പെട്ടാൽ, എന്നോ പൂട്ടിയതിന്റെ ഒക്കെ ആ ഒരു മോചനം, കച്ചവടക്കാരായിരുന്നാലും വലിയ വലിയ ആളുകളൊക്കെ അതിൽ നിന്നൊക്കെ മോചിച്ച് ഇങ്ങനെ ഒന്ന് ലെവലായി ഒന്നുകൂടി സടകുടഞ്ഞ് എഴുന്നേറ്റ് വരുന്ന ഒരു സമയത്ത് വീണ്ടും പൂട്ടപ്പെട്ടേണ്ടി വന്നാൽ വളരെ ദുരന്തമാണ് സഹോദരങ്ങളെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പിന്നെ ഇത് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ചില പള്ളികൾ പൂട്ടാൻ വേണ്ടി, അത് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. പള്ളി പൂട്ടിക്കാൻ അല്ലെങ്കിൽ പള്ളി പൂട്ടിയിടാൻ ഇത്രയും ആവേശത്തോടെ നിൽക്കുന്നത്, നമ്മൾ ഇത്രയും ആവേശം പള്ളി പൂട്ടാൻ കാരണം പള്ളിയിലാണ് കൂടുതൽ കോവിഡ് വരുന്നതെന്നാണ് പലരുടെയും ധാരണ, അല്ലെ? എവിടെ പൂട്ടാൻ പറഞ്ഞാലും ആദ്യം പൂട്ടുന്നത് പള്ളിയായിരിക്കും. കാരണം എന്താ? ശമ്പളം കൊടുക്കണ്ടല്ലോ മൊയ്ലിയാർക്ക്, ശമ്പളം കൊടുക്കണ്ട. അപ്പൊ അത് വലിയൊരു ബാധ്യതയായിട്ട് മാറൂല. മാത്രമല്ല, ആളുകൾ കൂടുതൽ പള്ളി സങ്കടങ്ങൾ വരുമ്പോ പോകാനുള്ള ഇടമാണ് സഹോദരങ്ങളെ പള്ളി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായാൽ ആ സെക്കൻഡിൽ ഓടി പള്ളിയിൽ പോകുമായിരുന്നു. ഇന്ന് നമുക്കൊരു ദുരന്തം ഉണ്ടായാൽ പള്ളിയിൽ പോകാൻ, പള്ളി 2ഉം 3ഉം പൂട്ടിയിരിക്കാൻ, പള്ളി പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലം വല്ലാത്തൊരു സങ്കീർണതയുള്ള കാലമാണ്. ആ കാലത്തിന്റെ ചുവരെഴുത്ത് മനസ്സിലാക്കിയിട്ട് അള്ളാഹു ഖുർആനിലൂടെ പരാജയപ്പെട്ടു പോയവരെന്ന് പറഞ്ഞ ഹതഭാഗ്യരുടെ കൂട്ടത്തിൽ നമ്മൾ ചേരാതിരിക്കുക. ആരാണത്? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒരു വിഭാഗമുണ്ട്. സൂറത്തുൽ ഹജ്ജ് എടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്ക്. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പറയുകയാണ്, പരാജയപ്പെട്ടു പോയവർ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന്റെ മർമ്മത്തിൽ പിടിച്ചുകൊണ്ട്, ഈ സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് പിടിച്ചുകൊണ്ട് അല്ലാഹു സത്യം ചെയ്യുകയാ. കാലം തന്നെയാണ് സത്യം, അതേ അസറെന്ന വഖത്ത് തന്നെയാണ് സത്യം. ഉമ്മത്ത് മുഹമ്മദിന് കൊടുത്ത സമയമാണത്. ആ സമയം മഹത്വമുള്ള സമയമാണ്. ആ സമയത്താണ് കൂലി കൊടുക്കാൻ ആളുകൾ വരുന്നത്. അവന്റെ ജീവിതത്തിന്റെ വ്യവഹാരങ്ങളുടെ സായാഹ്നത്തെ സാക്ഷിയാക്കിക്കൊണ്ട് അല്ലാഹു പറയുകയാണ്, വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ് ഫഇൻ അസാബഹു ഖൈറുൻ തുമഅന്ന ബിഹി വഇൻ അസാബതുഹു ഫിത്നതുൻ ഇൻഖലബ അലാ വജ്ഹിഹി ഖസറ ദുനിയാ വൽ ആഖിറ ذلك هو الخسران المبين.
സഹോദരങ്ങളെ, ഈ വിഭാഗത്തിൽ നമ്മൾ ആരോ പെട്ടുപോകാൻ പാടില്ല. ഈ വിഭാഗത്തിന്റെ ആളുകളുടെ പ്രത്യേകത എന്തെന്നറിയോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിന്റെ 11-ാമത്തെ ആയത്തോട് വിട്ട് പറയുകയാ, വമിനന്നാസി, ചില ആളുകളുണ്ട്, അവരുടെ പ്രത്യേകത എന്തെന്നറിയോ? ഒരുപക്ഷേ സഹോദരിമാരൊക്കെ ഈ വിഭാഗത്തിൽ പെട്ടുപോയേക്കാ. എല്ലാ ആളുകളുമല്ല, ചില ആളുകൾ. അവരെങ്ങനെയാണ് അല്ലാഹുവിനെ ആരാധിക്കുന്നത്? യഅ്ബുദുല്ലാഹ അലാ ഹർഫി, ഒരു കരയിൽ നിന്നുകൊണ്ട് അല്ലാഹുവെ ആരാധിക്കുകയാ എന്ന് പറഞ്ഞാൽ ഒരു അറ്റത്ത് നിന്നുകൊണ്ട് ആരാധിക്കുകയാ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാ, അങ്ങോട്ടും വീഴാം ഇങ്ങോട്ടും വീഴാ. എന്താണ് അവരുടെ പ്രത്യേകത എന്നറിയോ? അല്ലാഹു അനുഗ്രഹങ്ങൾ കൊടുക്കുമ്പോ, അല്ലാഹു സന്തോഷം അവന് കൊടുക്കുമ്പോ, അല്ലാഹു പണം കൊടുക്കുമ്പോ, അല്ലാഹു ഏത് സമയത്തും ആരോഗ്യമുള്ള മക്കളെ കൊടുക്കുമ്പോ, അവന്റെ ഭാര്യയ്ക്ക് നല്ല തൊഴിൽ കൊടുക്കുമ്പോ, അവന് എവിടെ പോയാലും നല്ല ശമ്പളമുള്ള ജോലി കിട്ടുമ്പോ, അല്ലാഹു പറയുന്നു ഇത്മഅന്ന ബിഹി, അതിലവന് സമാധാനം കണ്ടെത്തിയിട്ട് സമാധാനത്തോടെ ജീവിക്കുന്നവരാ, അവന് വലിയ സന്തോഷമാണ്. എന്നാൽ നേരെ മറിച്ച് അല്ലാഹു എന്തെങ്കിലും ഒരു ഫിത്ന അവന് കൊടുത്താൽ, ഏതെങ്കിലും നിലയിൽ അവന് ശാരീരികമായ രോഗങ്ങളല്ല കൊടുത്താൽ, മാനസികമായ വ്യഥകൾ അല്ലാഹു കൊടുത്താൽ, അല്ലാഹു ഏതെങ്കിലും പ്രയാസങ്ങൾ അവന് കൊടുത്തുപോയാ, അല്ല പറയുകയാണ് അവൻ പിന്നെ അല്ലാഹനെ നോക്കൂല, മുഖം തിരിഞ്ഞു കളയുകയാ. പടച്ചവനെ, നീ എന്തിനാണ് എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എനിക്ക് മാത്രം എന്തേ ഇങ്ങനത്തെ പരീക്ഷണം? എന്നെ മാത്രം എന്തിനാണ് നീ ഇങ്ങനെ ശിക്ഷിക്കുന്നതല്ല? ഏറ്റവും കൂടുതൽ എന്റെ നാട്ടിൽ നിസ്കരിക്കുന്നത് ഞാനാണല്ലോ, എന്റെ മക്കളെപ്പോഴും പള്ളിയിലല്ലേ. പടച്ചവരെ, എന്തിനാണ് നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതല്ല? ഈ ഒരു ചിന്തയോട് ഒരു അരികു പറ്റി അല്ലാഹനെ ആരാധിക്കുന്ന ചില ആളുകളുണ്ട്. അല്ല പറയുകയാണ്, അങ്ങനത്തെ വിഭാഗം ആളുകൾ അവരുടെ ദുനിയാവും ആഖിറവും നഷ്ടത്തിലാണ്, അവരുടെ ദുനിയാവും ആഖിറവും പരാജയത്തിലാ. അതാണ് ശക്തമായ വ്യക്തമായ പരാജയമെന്ന് ഖുർആൻ. സന്തോഷം കിട്ടുമ്പോ തുള്ളിച്ചാടി നടക്കും. ഓ, എന്റെ അള്ള തന്നതാ, എന്റെ പടച്ചവൻ അങ്ങനെ, അള്ളാഹു അങ്ങനാടാ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അള്ളാഹ് എന്നല്ല മധുഹും പറഞ്ഞ് നടക്കും. അള്ളാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുക്കട്ടെ, എന്തെങ്കിലും ഒരു വിപത്ത് കൊടുക്കട്ടെ, ഒരു രോഗം കൊടുക്കട്ടെ, ഒരു പ്രയാസം കൊടുക്കട്ടെ. ആ സമയത്ത് അവൻ പറയുന്നത്, അള്ളാഹു എന്നോട് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? അള്ളാഹു എന്തിനാണ് എന്നെ മാത്രം ഇങ്ങനെ തെരഞ്ഞു പിടിക്കുന്നത്? അള്ളാഹു എന്തിനാണ് എന്നെ സങ്കടപ്പെടുത്തുന്നത്? 5 നേരം നിസ്കരിക്കുന്നവനാ ഞാനിപ്പോഴും ഖുർആൻ ഓതുന്നവനാ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ വെറും അള്ളാഹുവിനോട് ഏറ്റവും വലിയ നിരാശയുടെ കടുത്ത ധിക്കാരത്തിന്റെ വാക്കുകൾ പറയുന്ന മനുഷ്യരുണ്ട്. ഇവരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, ഖസിറത് ദുനിയ വൽ ആഖിറ, ദുനിയാവും പോയി ആഖിറവും പോയി. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ദുനിയാവും പോയി ആഖിറവും പോയി. നമുക്ക് ഏത് അനുഗ്രഹങ്ങൾ വന്നാലും അൽഹംദുലില്ലാഹ്. ഇനി അനുഗ്രഹങ്ങൾ മാറി അല്ലാഹു എന്തെങ്കിലും ഒരു ദുരിതം നമുക്ക് തന്നാലോ അൽഹംദുലില്ലാഹ്. അതാണ് അല്ലദീന യഹ്മിദൂനല്ലാഹ ഫിസ്സറാഇ വല്ലറാ, സന്തോഷത്തിലും സന്താപത്തിലും അല്ലാഹനെ സ്തുതിക്കുന്നവർ, സുഖത്തിലും ദുഃഖത്തിലും അല്ലാഹനെ സ്തുതിക്കുന്നവർ. അങ്ങനെയാകണം പ്രിയപ്പെട്ട സഹോദരിമാരെ. സന്തോഷം വരുമ്പോ, ആനന്ദം വരുമ്പോൾ, അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ നമുക്ക് കിട്ടുമ്പോൾ ആ സമയത്ത് നമ്മൾ ആഹ്ലാദിച്ച് അറുമാദിച്ച് നടക്കുന്നവരാണ്. പക്ഷെ അല്ലാഹു ഒരു ദുഃഖം തന്നാ നമ്മൾ പടച്ചവനിലേക്ക് നോക്കാതെ തിരിഞ്ഞു നടക്കുന്നവരാ. പാടില്ല, അവൻ പരാജയത്തിലാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ചരിത്രങ്ങൾ സാക്ഷിയാണ് നമ്മുടെ മുമ്പിൽ ചരിത്രങ്ങൾ സാക്ഷിയാണ്. അള്ളാഹു എന്തെങ്കിലും വലിയ അനുഗ്രഹങ്ങളൊക്കെ നല്ലതൊക്കെ കൊടുക്കുമ്പോ അവർക്ക് വലിയ സന്തോഷമാണ്.
വലിയ റാഹത്തിലാണ്. പരീക്ഷണങ്ങൾ അല്ലാഹു തആല തരുന്നത് ഒരിക്കലും അല്ലാഹുവിന് നമ്മോട് ഇഷ്ടക്കേടുള്ളത് കൊണ്ടല്ല. അല്ലാഹുവിന് ഇഷ്ടമുള്ളവർക്കാണ് പരീക്ഷണങ്ങൾ കൊടുക്കുക. ഏറ്റവും കൂടുതൽ മാരകമായ പരീക്ഷണങ്ങൾ നേരിട്ടത് അൽ അംബിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അംബിയാക്കളാണ് സഹാബ. അവരാണ് ചോദിച്ചത് ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ടത് ആരാണ്? അംബിയാക്കളാണ്. പിന്നെ ഫൽ അംസൽ, അവരെ പോലുള്ളവർ. പിന്നെയോ ഫൽ അംസൽ, അവരെ പോലുള്ളവർ. പിന്നെയോ സുമ്മൽ അംസൽ, അതിനുശേഷം അവരെ പോലുള്ളവർ. എന്ന് പറഞ്ഞാൽ ഈമാന്റെയും തഖ്വയുടെയും മാനദണ്ഡത്തിൽ അല്ലാഹു പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും കൂടുതൽ പരീക്ഷണം ലഭിക്കുന്നത് 5 നേരം നിസ്കരിക്കുന്നവരായിരിക്കും. നമ്മൾ ആരെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി തീരുമാനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകണമെന്ന് പറയുമ്പോൾ അവരുടെ മറുപടി ഇതാണ്, ഓ പള്ളിയിൽ പോയിട്ട് എന്തിട്ടാനാ, അതുകൊണ്ട് പള്ളിയിൽ പോകുന്ന അപ്പുറത്ത് അവനെ കണ്ടില്ലേ, എന്നും അസുഖം തന്നെ, എന്നും പ്രയാസം തന്നെ. ഇതൊക്കെ പള്ളിയിൽ പോകുന്നവർക്കേ ഉള്ളൂ, നമുക്കൊരു കുഴപ്പമില്ല. അതെന്തുകൊണ്ടാ? അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ. ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കാൻ നമുക്ക് കഴിയണം. മക്കള് പറഞ്ഞു വിട്ട് വാപ്പ വരുമ്പോ ഒരു ചോക്ലേറ്റ് വാങ്ങി വരണം. വാപ്പ ചോക്ലേറ്റ് വാങ്ങി പാന്റിന്റെ പോക്കറ്റ് ഇട്ടിരുന്നു. ചെന്നപ്പോ കുഞ്ഞു ഓടി വന്നു, വാപ്പ മിഠായി എവിടെ? വാപ്പ പറഞ്ഞു വാങ്ങിച്ചില്ല കുട്ടാ. ആ കുട്ടി കരയും. കരഞ്ഞാൽ നമ്മൾ ഉടനെ കൊടുക്കൂല. കരയട്ടെ, പരമാവധി കരയട്ടെ. എത്ര കരഞ്ഞാലും നമ്മൾ പറയും വാങ്ങിയില്ല. ആ കുട്ടി നിലത്തടിച്ച് കരയും, കൊടുക്കില്ല. അവസാനം കിടന്നു ഉരുളും നിലത്ത്, അപ്പോഴും കൊടുക്കൂല. അവസാനം കയ്യിൽ കിട്ടുന്നത് വലിച്ചെറിയാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ ഓടിച്ചെന്ന് വാരി കോരിയെടുത്ത് ആ കുഞ്ഞിന് പോക്കറ്റിൽ നമ്മൾ കരുതി വന്ന മുട്ടായി ചോക്ലേറ്റ് എടുത്ത് അവന്റെ ചുണ്ടിൽ വെച്ചു കൊടുത്തിട്ട് നീരൊലിക്കുന്ന ചുണ്ടിൽ നമ്മൾ ചുംബനം കൊടുത്ത് നമ്മൾ ചേർത്ത് നിർത്തും. എന്തുകൊണ്ട്? അവന്റെ സ്നേഹം, ഒരു ചെറിയ കരച്ചിലിന് ശേഷം അവൻ നമ്മെ സ്നേഹിക്കുന്ന ആ ഒരു സ്നേഹം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ ആഗ്രഹമുള്ളവരാ. ഇതെന്നല്ലേ അള്ളാഹു ചെയ്യുന്നുള്ളൂ. സ്വന്തം മാതാവിന് തന്റെ മക്കളോടുള്ള കാരുണ്യത്തിന്റെയും കരുതലിന്റെയും സ്നേഹത്തിന്റെയും എല്ലാത്തിന്റെയും 100 ഇരട്ടിയാണ് അള്ളാഹ് അവന്റെ അടിമകളോടുള്ളത്. അത് മനസ്സിലാക്കണം. അള്ളാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം തന്നാൽ നമ്മൾ അവനിലേക്ക് മടങ്ങുകയാണ് വേണ്ടത്. അങ്ങനെ മടങ്ങുമ്പോൾ അവൻ വീണ്ടും വീണ്ടും പരീക്ഷണം തന്നുകൊണ്ടിരിക്കും. നമ്മൾ ക്ഷമയോടെ അതിനെ നേരിട്ടാൽ ഒരു പരിഭവവും ഒരു പരാതിയും ഒരു നിരാശയും നമുക്ക് വരാതെ, ഇതെല്ലാം എന്റെ റബ്ബ് സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ എനിക്ക് തരുന്നത് എന്ന് കരുതി നമ്മൾ അതിനെ നേരിട്ട് കഴിഞ്ഞാൽ അവസാനം നമ്മൾ ആ പരീക്ഷണത്തിൽ വിജയിക്കും. അള്ളാഹു ചേർത്ത് നിർത്തും നമ്മളെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഏത് ദുഃഖം വന്നാലും ഏത് സങ്കടം വന്നാലും അള്ളാഹു എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത് ഇനി ചിന്തിച്ചു പോകല്ലേ പ്രിയപ്പെട്ട പെങ്ങളെ. അഷ്റഫുൽ ഖൽഖ് പീഡിപ്പിക്കപ്പെടുമ്പോ നമസ്കാരത്തിന് സുജൂദിൽ കിടക്കുമ്പോ ധിക്കാരിയായ ഒരു തെമ്മാടിയായ മക്കാ മുശ്രിക് ഓടി വന്നില്ലേ, ഒരു തുണി കൊണ്ടുവന്ന് മുത്ത് ഹബീബിന്റെ കഴുത്തിൽ അങ്ങ് ചുറ്റിയില്ലേ. എന്നിട്ട് റസൂലുള്ളാഹിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോ മിസ്വലയിൽ നിന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഓടി വരികയാ. ഓടി വന്നിട്ട് ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് തുണി പിടിച്ചു വാങ്ങുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുത്തിലെ കുരു കഴിച്ചു കൊടുക്കുകയാ. എന്നിട്ട് ആ ഘാതകനാകാമെന്ന മനുഷ്യരോട് ചോദിക്കുന്നു, അതഖ്തുലൂന റജുലൻ അയ്യഖൂല റബ്ബിയല്ലാഹ്, അല്ലാഹു ഏകനാണ്, റബ്ബാണ്, സർവശക്തനെന്ന് പറഞ്ഞതിന്റെ പേരില് ഒരാളെ എന്തിനാണ് നീ കൊല്ലുന്നതെന്ന് ചോദിച്ചിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ക്രിയാത്മകമായി ഇടപെടലുകൾ നടത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തീക്ഷ്ണമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോ അവിടുന്ന് പറഞ്ഞതെന്തെന്നറിയോ? ഖദൂരിയ മിൻ ഹാദാ യർഹമില്ലാഹു മൂസാ, യർഹമില്ലാഹു മൂസാ ഖദൂരിയ അക്സറ മിൻ ഹാദാ. അല്ലാഹു മൂസാ നബിക്ക് കരുണ ചൊരിയട്ടെ, ഇതിനേക്കാൾ പീഡനങ്ങൾ എന്റെ ജ്യേഷ്ഠ സഹോദരൻ മൂസ അനുഭവിച്ചിരുന്നു എന്ന് കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പരീക്ഷണങ്ങൾ വരണം. ആ പരീക്ഷണങ്ങൾ ഉണ്ടാകാതിരിക്കലല്ല ഈമാന്റെ ഭാഗം. ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ ചങ്കൂറ്റത്തോടെയും നെഞ്ചുറപ്പോടെയും ധീരമായി അതിനെ നേരിടാൻ കഴിയുക എന്നുള്ളതാണ് ഈമാന്റെ അടയാളം. അത് നമുക്ക് കഴിയണം.
അല്ലാതെ മക്കൾക്കൊരു രോഗം വരുമ്പോ എല്ലാം തളർന്നു പോകുന്ന അവസ്ഥയിൽ എന്നോട് മാത്രം നീ ഓതാതിരുന്ന അള്ളാഹ് ഒന്നും തരില്ല, നീ ഓതുന്നിടത്തോളം നിനക്ക് അള്ളാഹു പരീക്ഷണം തന്നുകൊണ്ടിരിക്കും. എന്തിനാ? നിന്നെ അള്ളാഹു വിജയിപ്പിക്കാൻ. തീ തൊടാത്ത തങ്കത്തിന് തിളക്കം ഇല്ലല്ലോ. ഉണ്ടോ? ഉണ്ടോ? സ്വർണം ഇത്ര മനോഹരമാകുന്നത് എന്തുകൊണ്ടാണ്? അതിനെ തീയിൽ വെച്ച് ഊതി കാച്ചി എടുക്കുന്നത് കൊണ്ടാണ്. ഏറ്റവും നല്ല പെർഫ്യൂം ഷോപ്പിലേക്ക് ചെന്നിട്ട് കണ്ണാടി ചില്ലിന്റെ ഉള്ളിൽ ഊതിന്റെ തടിക്കഷ്ണങ്ങൾ ഇട്ടിരിക്കും. അതെടുത്ത് മണത്ത് നോക്കിയാൽ മണം ഉണ്ടാവൂല. അത് മണക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കത്തിക്കണം. അതിന് തീ പിടിച്ചാലല്ലേ അതിന് കണലിട്ട് ആ കണലിൽ വെച്ച് ആ തടിക്കഷണം, ഊതിന്റെ കഷണം അതിങ്ങനെ തീയിൽ ഈ കണലിൽ ഇരുന്ന് പുകയുമ്പോഴല്ലേ അതിന്റെ മണം പുറത്തേക്ക് വരിക. അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈമാനിന്റെ പ്രഭയും നർമ്മണവും ലോകത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ പ്രവാചകന്മാരുടെ കൂടപ്പറപ്പായിരുന്നു, ആരിഫീങ്ങളുടെ കൂടപ്പറപ്പായിരുന്നു. അതുകൊണ്ടല്ലേ എറിഞ്ഞെറിഞ്ഞ് അവസാനം തളർന്ന് മഹാനായ ഒരു മനുഷ്യൻ ശിബിലി റഹിമഹുല്ലാഹ് ഇമാം മുഹമ്മദുൽ കബീർ റിഫാഈ തങ്ങളുടെ സദസ്സിൽ നിന്നുകൊണ്ട് കൂടുതൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തന വരസതയ്ക്ക് വേണ്ടി പറയുന്നില്ല. പക്ഷേ മഹാനായ ശിബിലി റഹിമഹുല്ലാഹ് ആളുകളോട് ദീനീ ദഅവത്ത് നടത്തി, ആളുകളോട് ദീനിന്റെ വിഷയത്തെ പറ്റിയിട്ട് ധീരമായി സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് ആളുകൾ അംഗീകരിക്കാതെ മാരകമായ മുറിവുകൾ ഏൽപ്പിച്ച്, മാരകമായി തെറിവിളിച്ച്, മാരകമായി ആക്ഷേപിച്ച്, മാരകമായി മുറിവേൽപ്പിച്ച് അവസാനം തളർന്ന് പരവശനായി ശിബിലി റഹിമഹുല്ലാഹ് ഒരു മാവിന്റെ ചുവട്ടിൽ ചെന്ന് വിശ്രമിക്കാൻ ചാരിയിരിക്കുമ്പോ ആ മാവ് ശിബിലി റഹിമഹുല്ലയോട് പറഞ്ഞത് എന്തെന്നറിയോ? യാ ശിബിലി കും മിസ്ലി യർമീനി ബിൽ അഹ്ജാരി അർമീഹിം ബിൽ അസ്മാരി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഉലമാക്കളുടെ കൂട്ടത്തിലുള്ളവർ പ്രഭാഷകന്മാരാണ്. നല്ല ആളുകളുണ്ട്, ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ട് കമന്റ് എഴുതാൻ വേണ്ടിയിട്ട്. ഈ കമന്റുകളൊന്നും നമുക്ക് വായിക്കാനുള്ള സമയമില്ല. ഒന്ന്, ഇനി വാങ്ങിയാൽ തന്നെ മറുപടി അർഹിക്കാത്തതാണ്. പക്ഷെ ഞാൻ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, നേരത്തെ ബഹുമാനപ്പെട്ട കാട്ടാമ്പള്ളി ഉസ്താദ് പറഞ്ഞതുപോലെ പെരുമ്പാവൂരിൽ തണ്ടേക്കാട് നടന്ന തആവുലുൽ ഖദമിന്റെ പരിപാടിയിൽ ഉലമാക്കളെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഈ പ്രഭാഷകന്മാരുടെയും ഇസ്ലാമിന്റെ പ്രബോധകന്മാരുടെയും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തുള്ള നേതാക്കന്മാരുടെയും, അതൊരു പ്രഭാഷകൻ മാത്രമല്ല ഒരു വിഷയത്തിൽ ഇടപെടുന്ന വലിയ വലിയ ആരിഫീങ്ങളായ പണ്ഡിതന്മാർ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇന്ന് കേരളത്തിലെ സുന്നി പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന വലിയ വലിയ നേതാക്കന്മാർ എന്തെങ്കിലും മതത്തിന്റെ വിഷയങ്ങൾ അവർ സംസാരിക്കുമ്പോൾ അതിന്റെ അടിയിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റുകൾ പറയുന്നത് ഒരിക്കലും ഉണ്ണികൃഷ്ണനല്ല, ശ്രീകുട്ടനല്ല, ഒരിക്കലും ജോർജ് അല്ല, ജോസഫ് അല്ല, ജേക്കബ് അല്ല. ആ കമന്റ് ബോക്സിൽ മുഴുവനും കമന്റ് എഴുതുന്നത്, മോശമായ പദപ്രയോഗങ്ങൾ നടത്തുന്നത് മുഹമ്മദും അബ്ദുള്ളയും അബ്ദുറഹ്മാനുമാരുമാരാ, മുസ്ലിം നാമധാരികളാണ്. കാരണം എന്തുകൊണ്ട്? അവർക്കാണ് സഹിക്കാൻ പറ്റാത്തത്. ഒന്നുകിൽ ഫേക്ക് ഐഡി, ഇല്ലെങ്കിൽ അവർ എന്തോ നാസ്തികവാദത്തിന്റെ നിരീശ്വരവാദത്തിന്റെ ചില മസ്തിഷ്ക പ്രഖ്യാപനം നടത്തപ്പെട്ടതിന്റെ പേരിൽ അവർ ഇങ്ങനെ ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും, ഇതെന്റെ ലൈവിലൂടെ കാണുന്ന ഏത് കമന്റ് രാജാക്കന്മാര് കേട്ടാലും പറയാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും, എന്ത് ആക്ഷേപങ്ങൾ പറഞ്ഞാലും, എന്ത് അധിക്ഷേപങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തിയാലും, ഇസ്ലാമിന്റെ വിഷയങ്ങൾ, ദീനിന്റെ വിഷയങ്ങൾ ആരുടെ മുന്നിലും ചങ്കൂട്ടത്തോടെ പറയാൻ ഒരു മടിയുമില്ല. ആരുടെയും മോശാന വേണ്ട, ആരുടെയും താരാട്ട് വേണ്ട, ആരുടെയും മനോഹരമായ മധുഹുകൾ വേണ്ട, ആരും ചേർത്ത് നിർത്തണ്ട, ആരും കുറ്റപ്പെടുത്തിയാലും ഒന്നുമില്ല. കാരണം അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ അതിന് മുമ്പോട്ട് കഴിഞ്ഞുപോയ പ്രവാചകന്മാര് മുതൽ സഹാബാക്കൾ അടക്കമുള്ളവർ അനുഭവിച്ച ത്യാഗ
ത്യാഗത്തിന്റെ മുമ്പിൽ ഇതൊന്നും ഒരു ത്യാഗമേ അല്ല, ഒരു ത്യാഗവുമല്ല ഇതൊന്നും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശിബിലി റഹിമഹുല്ല തളർന്ന് പരവശനായി മരത്തിന്റെ ചുവട്ടിയിരിക്കുമ്പോൾ ചോദിക്കാണ്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് ശിബിലി? നിങ്ങൾ എന്നെ പോലെ ആക്. മരം പറയാൻ, കുഞ്ഞുങ്ങൾ എന്റെ നേരെ കല്ലെറിയുമ്പോ ആ കല്ല് വാങ്ങിയിട്ട് ഞാൻ അവരെ തിരിച്ചറിയുന്നില്ലല്ലോ ശിബിലി. ഞാൻ എന്താ ചെയ്യുക? അവരെന്നെ കല്ലെടുത്ത് വേദനയോടെ എറിയുമ്പോ ഞാൻ അവർക്ക് നല്ല പഴുത്ത മാങ്ങ തിരിച്ചങ്ങോട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ ആരോ എന്തോ പറഞ്ഞോട്ടെ, നിങ്ങൾ നല്ല സംസാരങ്ങൾ തിരിച്ചു കൊടുക്കുക. അതാണ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, പീഡനങ്ങളും ഒറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് ചേർത്ത് വിളിയുമൊക്കെ അതൊന്നും അല്ലാഹ് ഇഷ്ടപ്പെടാത്തതിന്റെ അടയാളമല്ല. ഒരു വ്യക്തി സമൂഹത്തിൽ എന്തെങ്കിലുമാണ് എന്നതിന്റെ ചില തിരിച്ചറിവുകളാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് പരീക്ഷണങ്ങൾ ഏത് വന്നാലും പ്രിയപ്പെട്ട ഉമ്മ തളർന്നു പോകല്ലേ, തളർന്നു പോകല്ലേ, തകർന്നു പോകല്ലേ. എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്? ഏത് സന്തോഷം വന്നാലും അല്ലാഹുവിനെ സ്തുതികീർത്തനങ്ങൾ പറഞ്ഞ് ഏതെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോ അല്ലാഹു എന്നെ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചിന്തിക്കുന്നവരെ അല്ലാഹു അവന്റെ ദുനിയാവിനെയും ആഖിറത്തിനെയും പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അവൻ പരാജയത്തിലാണ്. അവൻ പരാജയത്തിലാണ്. ഇനി വേറൊരു വിഭാഗമുണ്ട്. ആരെന്നറിയോ? ആരാ? ഇന്നും നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ വലിയ തിന്മകൾ ചെയ്യുന്നവർ നമ്മുടെ ഈ സദസ്സിൽ ഇപ്പോഴും ഉണ്ടാവും. ഏതാ തിന്മയെന്നറിയോ? അത് വലിയൊരു ആനന്ദമായി കണ്ടു നടക്കുകയാണ്. ചില ആളുകളൊക്കെ ഇങ്ങനെ മദ്ഹ് പറയാറുണ്ട്. മദ്ഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതൊരു ദമ്മാണെന്ന് അവർക്കറിയില്ല. ഓ ഉസ്താദേ, എന്റെ മൂത്ത ജ്യേഷ്ഠനുമായിട്ട് ഞാൻ എത്ര വർഷമായെന്നറിയോ പിണങ്ങി നിൽക്കുകയാണ്. എത്ര വർഷമായെന്നറിയോ? ഞാൻ മിണ്ടില്ല. എന്നെ അവൻ മുഖം തിരിച്ചു കാണിച്ചാൽ ഞാനും പിന്നെ മുഖം തിരിച്ചു കാണിക്കുകയല്ലേ വേണ്ടത്. എന്റെ ഭാഷ വേറെയാണ്, അത് പറയാൻ പറ്റൂലല്ലോ നമുക്ക്. ചിലര് പറയുന്ന ഇതാണ്, എന്റെ വാപ്പ അങ്ങനെ സംസാരിച്ചു, ഞാൻ അന്ന് വാപ്പാടുത്ത് നിന്ന് ഇറങ്ങി വന്നതാ, ഇനി വേണം അങ്ങോട്ട് പോകാൻ. പലപ്പോഴും പലരെയും വിട്ട് വിളിച്ചു, ഞാൻ പോകൂല ഉസ്താദേ. എന്ത് മദ്ഹാ പറയുന്നത്, എത്ര വലിയ കാര്യമായിട്ടാ പറയുന്നത്. നീ പരാജയത്തിന്റെ പടുംകുഴിയിലാ മോനെ, നീ പരാജയത്തിന്റെ പടുംകുഴിയിലാണ്. ഇത്രയും സാമൂഹ്യ വിരുദ്ധൻ വേറെ ഉണ്ടോ? സാമൂഹ്യ വിരുദ്ധൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ സദസ് റഹ്മത്തിന്റെ മലക്കിലുള്ള സദസ്സാണ്. കുടുംബ ബന്ധം മുറിച്ചിട്ട് ഈ സദസ്സിൽ ഏതെങ്കിലും ഒരാൾ ഇരിക്കുന്നെങ്കിൽ, ഈ സദസ്സിൽ ഇതൊരു മജ്ലിസാണല്ലോ, കുടുംബ ബന്ധം മുറിച്ചിട്ട് ബന്ധുക്കളോട് മിണ്ടാതെ ബന്ധങ്ങൾ മുറിച്ചിട്ട് ഈ മജ്ലിസിൽ ആരെങ്കിലും ഒരാൾ ആണുങ്ങളിലോ പെണ്ണുങ്ങളിലോ ഇരുന്നാൽ ഇന്ന റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹ്മിൻ നബി മുഹമ്മദ് മുസ്തഫ. കുടുംബ ബന്ധം മുറിച്ച ഒരു വ്യക്തി ഇരിക്കുന്ന സദസ്സിൽ അള്ളാഹുവിന്റെ റഹ്മത്ത്, അവന്റെ മലായിക്കത്തുകളുടെ സഹായവും സാന്നിധ്യവും ഉണ്ടാവുകയില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇതെപ്പോഴാ പറഞ്ഞെന്നറിയോ? ഒരു സദസ്സിൽ നിന്ന് നബിതങ്ങൾ കുടുംബബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ എഴുന്നേക്കെന്ന് പറഞ്ഞു. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുകയാണ്. എണീക്കാൻ മടിയുള്ളത് കൊണ്ടല്ല, അവരൊക്കെ കുടുംബബന്ധം ചേർക്കുന്നവരാണ്. സദസ്സിന്റെ പിന്നിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റൊരൊറ്റ പോക്ക, നബിയോട് അനുവാദം പോലും ചോദിക്കാതെ ഇറങ്ങി അങ്ങ് പോയി. കുറച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം മടങ്ങി വന്നു. സലാം ചൊല്ലിയിട്ട് കേറട്ടെ എന്ന് അനുവാദം ചോദിച്ചു. നബിതങ്ങൾ ഇരിക്കാൻ പറഞ്ഞു. അയാളോട് ചോദിച്ചു, എങ്ങോട്ടാ പോയത്? നബിയെ, എന്റെ ഉമ്മയുടെ സഹോദരി, മാതൃ സഹോദരിയും ഞാനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ ഈ സദസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകാൻ. അങ്ങയുടെ സദസ്സിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ചു വിടുന്ന ഒരു സംഗതി എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് എത്ര ഭീകരമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഓടി ചെന്ന് എന്റെ പ്രിയപ്പെട്ട മാതൃ സഹോദരിയോടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ച് ഞാൻ മിണ്ടി പരസ്പരം ദുആ ചെയ്ത് പൊരുത്തപ്പെടുവിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ് ഇന്ന റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹ്മിൻ. കുടുംബബന്ധം മുറിക്കുന്നവൻ ഇരിക്കുന്ന സദസ്സിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് വരൂല. ഒരാൾ ഈ സദസ്സിൽ ഉണ്ടായിരുന്നാൽ മതി, ഈ സദസ്സിൽ റഹ്മത്തിന്റെ മലക്ക് വരൂല. അപ്പൊ സാമൂഹ്യ വിരുദ്ധനാരാ? അല്ലേ? വലിയ ആദരവോടുകൂടി പറയാ,
അല്ലാഹു പറയുകയാണ് അല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യുസൽ വയുഫ്സിദൂന ഫിൽ അർളി ഉലൈക ഹുമുൽ ഖാസിറൂൻ. അല്ലാഹു പറയുകയാണ് അല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി. അല്ലാഹുവിനോട് നമ്മളൊരു കരാർ കൊടുത്തിട്ടുണ്ട്. ഏത് കരാറാണ്? ആലമുൽ അർവാഹിൽ വെച്ച്, ആത്മാക്കളുടെ ലോകത്തിൽ വെച്ച് എന്ന് പറഞ്ഞാൽ ഗർഭാശയത്തിൽ വരുന്നതിന് മുമ്പ് ഒരു ലോകമുണ്ടായിരുന്നു. ആ ലോകത്ത് വെച്ച് അല്ലാഹു നമ്മളോട് ചോദിച്ചത് അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണോ, ഞാൻ നിങ്ങളുടെ സംരക്ഷകനാണോ? ആ സമയത്ത് നമ്മളുടെ റൂഹ് പറഞ്ഞു ബലാ. പെട്ടവരെന്ന് അവരാണ് പരാജയത്തിന്റെ പടുംകുഴിയിലേക്ക് എത്തപ്പെട്ടവരെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കുടുംബ ബന്ധം ചേർക്കലാണ്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ ഒരു പേരിലുള്ള ആളുകൾ, മുസ്തഫ എന്ന പേര് ഉള്ള ആളുകളുടെ കൂട്ടായ്മ. അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ഇപ്പൊ നടക്കുന്ന ചില ഓഡിറ്റോറിയങ്ങളിൽ നടക്കുന്ന പരിപാടി എന്തെന്നറിയോ? കുടുംബ മീറ്റിങ്ങുകളാണ്. 5ഉം 6ഉം സഹോദരങ്ങളുള്ളവർ, ആ സഹോദരങ്ങൾ, അവരുടെ ഭാര്യമാർ, അവരുടെ മക്കൾ, ഭാര്യയുടെ ബന്ധുക്കൾ, ഭർത്താവിന്റെ ബന്ധുക്കൾ, ഒരു 10-200. കഴിഞ്ഞ റമളാനിൽ ഞാൻ 2 പരിപാടി ആസ്വദിക്കണം. അവരുടെ കായിക കഴിവുകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്ത് മഹാരഥന്മാരെ പറ്റി പറഞ്ഞ ഈ വേദിയിൽ ഇരുന്നുകൊണ്ട് കുടുംബബന്ധം മുറിക്കരുതേ എന്ന് പറയുമ്പോ ഇത് കേട്ടിട്ടും ഞാൻ അവനോട് മിണ്ടില്ല, അവളോട് മിണ്ടില്ല, പൊറുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ ഇന്നത്തെ രാത്രി നിങ്ങൾ കിടന്നുറങ്ങില്ലേ? അവരെ വിളിച്ചിട്ട് നിങ്ങളൊരു സലാം പറഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഒന്നും നഷ്ടപ്പെടാനില്ല. ഒന്ന് തല അങ്ങോട്ട് താഴട്ടെ. ഇനിയിപ്പോ എന്താ പ്രശ്നം? ഇങ്ങനെ മസ്ലിം പവറും പിടിച്ചോണ്ടിരുന്നാ മതിയോ? പിണക്കമുള്ളവരെ വിളിക്ക്, എന്നിട്ട് നിങ്ങളൊരു സലാം പറ, വിഷയം തീർന്ന്. അത് അവര് മടക്കൂല ഉസ്താദേ. ഈ കുടുംബം എന്ന് പറയുമ്പോ എന്താണ് കരുതുന്നറിയോ? അവളെ മോളെ കെട്ടിച്ചപ്പോ എന്റെ മോളെ എന്നെ കല്യാണം വിളിച്ചു, അവന്റെ മകളെ കെട്ടിച്ചപ്പോ എന്നെ വിളിച്ചില്ല, അതുകൊണ്ട്, അല്ലെങ്കിൽ എന്നെ വിളിച്ചു അപ്പൊ ഞാനും വിളിക്കാം. അത് ഒരിക്കലും കുടുംബ ബന്ധമല്ല, കുടുംബം എന്ന ചേർക്കലല്ല. നിങ്ങൾക്ക് തിരിയുന്നുണ്ടായി പറയുന്നത്? സ്വന്തം സഹോദരന്റെ മകളുടെ കല്യാണം നടന്നപ്പോ, എന്റെ ജ്യേഷ്ഠന്റെ മകളുടെ കല്യാണം നടന്നപ്പോ നമ്മൾ പിണക്കത്തിലാണ്. അവൻ എന്നെ വന്ന് വിളിച്ചു, എടാ എന്റെ മോളെ കല്യാണമാണ്, നീ വരണോന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ മോളെ കല്യാണമാകുമ്പോ ഞാനും അവനെ വിളിക്കും. ഇതിന് പ്രത്യുപകാരമെന്നാണ് പറയുക. ഒരിക്കലും കുടുംബം ഒന്നും ചേർക്കലെന്ന് പറയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കുടുംബം ഒന്ന് ചേർക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? അവന്റെ മോളുടെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ല, അങ്ങനത്തെ സമയത്ത് ഞാൻ അങ്ങോട്ട് പോയി വിളിക്കണം. അതിനാണ് കുടുംബം ഒന്ന് ചേർക്കുക. അല്ലാതെ ഇങ്ങോട്ട് ചെയ്യുമ്പോ അങ്ങോട്ട് കൊടുക്കുന്നതിന് പ്രത്യുപകാരം എന്നാ പറയാ. അതുകൊണ്ട് നമ്മൾ എല്ലാ പിണക്കങ്ങളും മാറ്റിയിട്ട് അവരെ വിളിച്ചിട്ടൊരു സലാം പറഞ്ഞിട്ട് കിടക്കണം. ഇല്ലെങ്കിൽ എന്തിനാ നിങ്ങൾ എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കുന്ന? വല്ല ഗുണമുണ്ടോ? കാരണം റഹ്മത്തിന്റെ മലക്ക് നിന്റെ വീട്ടിൽ ഇറങ്ങുന്നില്ല. നിനക്ക് അല്ലാഹു തആല നിന്റെ എല്ലാ ബന്ധങ്ങളും പടച്ച തമ്പുരാൻ മുറിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് ചേർക്കാൻ പറഞ്ഞ കുടുംബ ബന്ധത്തെ നമ്മൾ ചേർക്കണം. വേറൊന്നുകൂടി ഞാൻ പറയാം, ഏറ്റവും വലിയ പരാജയത്തിന്റെ. അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് ഒരു ബക്കറ്റ് നമ്മുടെ ഈ സദസ്സിൽ ഇതിന്റെ പ്രവർത്തകരെടുക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ജാരിയായ സ്വതക്കയിൽ ഉൾപ്പെടുത്തട്ടെ. ഒരു ബക്കറ്റ്, ആരാ ബക്കറ്റ് എടുക്കുന്ന? ഇങ്ങോട്ട് വരും, ഇവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്യും ഇൻഷാ അല്ലാഹ്. ബക്കറ്റ് പോയാ പുരുഷന്മാരുടെ ഭാഗത്ത് വന്നാ